അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ മുതിർന്ന ബി.ജെ.പി. നേതാക്കളായ എൽ.കെ. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ക്ഷണമില്ല. പ്രായാധിക്യം കണക്കിലെടുത്താണ് ഒഴിവാക്കിയതെന്നാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ വിശദീകരണം. എന്നാൽ രാമക്ഷേത്രം നിർമ്മാണത്തിന് മുൻപന്തിയിലുണ്ടായിരുന്ന ഇരു നേതാക്കളെയും മാറ്റി നിർത്തുന്നതിൽ ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളായിരുന്നു എൽ.കെ. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനുവരി 22-ന് ബി.ജെ.പി. കൊട്ടിഘോഷിച്ച് നടത്തുന്ന പ്രതിഷ്ഠാ ചടങ്ങുകളിൽ ഇരു നേതാക്കൾക്കും ക്ഷണമില്ല. രാമക്ഷേത്രം ട്രസ്റ്റ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരുവരുടെയും പ്രായാധിക്യം കണക്കിലെടുത്ത് ചടങ്ങിലേക്ക് വരേണ്ടതെന്ന് അറിയിച്ചതായി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞു. അദ്വാനിക്ക് 96 വയസ്സും മുരളി മനോഹർ ജോഷിക്ക് 90 വയസ്സുമാണ് പ്രായം. അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്നും പ്രവർത്തിച്ച നേതാക്കളെ മാറ്റി നിർത്തിയതിൽ ചില അസ്വാരസ്യങ്ങൾ അണികളിൽ നിന്നും ഉടലെടുക്കുന്നുണ്ട്. ആത്മീയ നേതാവ് ദലൈലാമ, മാതാ അമൃതാനന്ദമയി, യോഗ ഗുരു ബാബ രാംദേവ്, സിനിമാ താരങ്ങളായ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ, പ്രമുഖ വ്യവസായികളായ മുകേഷ് അംബാനി, അനിൽ അംബാനി തുടങ്ങിയവരെല്ലാം ചടങ്ങിനെത്തുമ്പോൾ എന്തുകൊണ്ട് അദ്വാനിയെയും മുരളി മനോഹറിനെയും എത്തിക്കാൻ സാധിക്കില്ലെന്നാണ് വിമർശനം. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലം മുതൽ അദ്വാനി അടക്കം മുതിർന്ന നേതാക്കളുള്ള അവഗണന വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് അവകാശപ്പെടുന്ന അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകളിലും മുതിർന്ന നേതാക്കളെ പ്രായാധിക്യത്തിൻ്റെ പേരിൽ തഴയുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.